കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് പ്രദർശനം തുടരുകയാണ് ദുരന്തർ ദി റിവെഞ്ച്. ഇപ്പോഴത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആദിത്യ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം ദുരന്തർ ദി റിവെഞ്ച് മാർച്ച് 19-നാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിലാണ് ചിത്രം പുറത്തിറങ്ങിയത്. രൺവീർ സിംഗിന് പുറമെ സാറ അർജുൻ, സഞ്ജയ് ദത്ത്, ആർ മാധവൻ, അർജുൻ രാംപാൽ എന്നിവർ ദുരന്തറിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ആദിത്യ സംവിധാനം ചെയ്ത ദുരന്തറിന്റെ ആദ്യ ഭാഗം ഡിസംബർ 5-നാണ് തിയേറ്ററുകളിലെത്തിയത്. പാകിസ്ഥാനിലെ ഓപ്പറേഷൻ ലിയാരിയും ഇന്ത്യൻ ഇന്റലിജൻസിന്റെ പങ്കാളിത്തവും സംബന്ധിച്ച സംഭവങ്ങളെയാണ് സിനിമയ്ക്ക് പ്രചോദനമായത്. ജ്യോതി ദേശ്പാണ്ഡെയുടെ ജിയോ സ്റ്റുഡിയോസും ആദിത്യ ലോകേഷ്ധറിന്റെ B62 സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മേക്കിംഗ്, തിരക്കഥ, കാസ്റ്റിംഗ്, ഛായാഗ്രഹണം, എഡിറ്റിംഗ്, BGM, VFX, വയലൻസ്, ആക്ഷൻ എന്നീ മേഖലകളിലെല്ലാം ആദ്യ ഭാഗത്തെ മറികടക്കുന്നതാണ് സ്വീക്കൽ. ദുരന്തർ ആദ്യ ഭാഗത്തിന് 3 മണിക്കൂർ 34 മിനിറ്റാണ് ദൈർഘ്യം. രണ്ടാം ഭാഗത്തിന് 4 മണിക്കൂറിന് 5 മിനിറ്റ് മാത്രം കുറവ്. രണ്ട് ഭാഗങ്ങളും കൂടി ചേരുമ്പോൾ സിനിമയുടെ ആകെ ദൈർഘ്യം 7 മണിക്കൂർ 30 മിനിറ്റാണ്. സാധാരണഗതിയിൽ 2 കാലയളവിൽ 2 ഭാഗങ്ങളായി പ്രത്യേകം ഷൂട്ട് ചെയ്യുകയാണ് പതിവ്. എന്നാൽ ദുരന്തർ 1ഉം 2ഉം ഭാഗങ്ങൾ ഒരേ സമയം ചിത്രീകരണം പൂർത്തിയാക്കിയതാണ്. അതിനാൽ തന്നെയാണ് ആദ്യ ഭാഗം റിലീസ് ചെയ്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടാം ഭാഗം പുറത്തിറക്കാൻ അണിയറ പ്രവർത്തകർക്കായത്. 2 ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റ സിനിമയായ ദുരന്തർ പുറത്തിറക്കുമെന്ന് ചിത്രത്തിന്റെ ഹോങ്കോങ്ങിലെ വിതരണക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 12-ന് ചിത്രം റിലീസ് ചെയ്യാനാണ് പദ്ധതി. പിന്നാലെ സമാനമായി ഇന്ത്യയിലും ചിത്രം റിലീസിനൊരുങ്ങുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.